ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ 2 ഓഫ് അൾട്ടിമേറ്റ് കമ്പൈൻഡ് സ്റ്റഡി ആണ്. സ്റ്റഡി ചാലഞ്ചാണ്. അതെ. അപ്പോൾ ഇന്നലെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ സൊല്യൂഷൻസും ആണ് കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെ ഓൾമോസ്റ്റ് ഞാൻ PYQs എല്ലാം ഇതിനകത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ തന്നെ. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മുമ്പത്തെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഡിറ്റർമിനൻസ് ആണെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിനറിൻ്റെ ഇതിൽ. ഇനി അപ്പോൾ ഇന്ന് നമുക്ക് ലോട്ടിടണം. ഇന്ന് എന്താണെന്നുള്ളത് അറിയാം. ഏതൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഇത് കുറേ നാളായി ചെയ്തിട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ രണ്ടെണ്ണം എടുക്കാം. കാണാമോ? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. പിന്നെ ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. രണ്ട് മാത്സ്. അപ്പം മാത്സിൻ്റെ നമുക്കിനി ഏതാണ്ട് ഇനി ഒരു 2 ചാപ്റ്ററോടെ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും അതുപോലെ തന്നെ മറ്റേ മെട്രിസസും ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്സ് കഴിയും. അപ്പോൾ ബാക്കി മാത്സിൻ്റെ 2 ചാപ്റ്റേഴ്സും കിട്ടി. അപ്പോൾ ഇത് ഇന്ന് മൊത്തം ഇനി പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പഠിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം പഠിച്ച ട്രിഗണോമെട്രിക് റിസൾട്ടുകൾ കുറച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ട്രിഗണോമെട്രിക് റിസൾട്ട്സ് എല്ലാം കൂടെ ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. ഇതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് cos 2x, tan 2x, അതുപോലെ sin 2x. ഇതിൻ്റെ 3 കറക്റ്റായിട്ട് അറിയണം. അതുപോലെ ഈ cos π/2 + x എന്ന് പറയുന്നത് -sin x ആണെന്നും, അതുപോലെ sin π/2 + x എന്ന് പറയുന്നത് cos x ആണെന്നും. ഇതുണ്ടോ, tan 2x, sin 3x, cos 3x, tan 3x, അതുപോലെ sin 2x. ഇതും ഇത്ര എണ്ണം അതുപോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കാരണം ഇത് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്നിടത്താണ് ഇത് ആവശ്യമുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനകത്തിൽ 3 tan x - tan cube x / 1 - 3 tan square x എന്നുള്ള ഫോമിൽ ക്വസ്റ്റ്യൻ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ആ ഫോമിൽ കിട്ടും. അപ്പം നമ്മൾ ആ ഫോമിനെ tan 3x ആക്കണം. ഞാൻ ഡെറിവേറ്റീവിൻ്റെ കേസിലായാലും കണ്ടിന്യൂറ്റിയുടെ കേസിലായാലും ഇൻവേഴ്സിൻ്റെ കേസിലാണെങ്കിലും പറയുവാണ്. അത് tan 3x ആണെന്ന് നമുക്കറിയണമെങ്കിൽ നമ്മളിത് പഠിച്ചിരിക്കണ്ടേ. അതുകൊണ്ടാണ് പറയുന്നത് ഇതൂടെ നോക്കി വെച്ചേക്കണം. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് cos 2x, sin 2x, അതുപോലെ tan 2x. പിന്നെ 3xൻ്റെ പഠിക്കാൻ പറ്റുമെങ്കിൽ 3xൻ്റെയും കൂടെ പഠിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ കമൻറ്റും അതുപോലെ എല്ലാം ഞാൻ കാണുന്നുണ്ട്. പക്ഷേ റിപ്ലൈ തരാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ വൈകിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പോൾ നമുക്ക് പഠിക്കാനിരിക്കേണ്ട സമയമല്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ ഫോൺ എടുക്കാറില്ല. പിന്നെ അപൂർവം ഫോൺ എടുക്കുമ്പോൾ റിപ്ലൈ തരാറുണ്ട്. അപ്പം വിത്തിൻ 1 or 2 days ഞാൻ റിപ്ലൈ എന്തായാലും തരാം. കമൻറ്റെല്ലാം ഞാൻ കാണുന്നുണ്ട്, പക്ഷേ റിപ്ലൈ തരാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇത്രയും സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലിമിറ്റിൻ്റെ കണ്ടിന്യൂറ്റിയും അതുപോലെ ഡിഫറൻഷിയബിലിറ്റി അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെ ലിമിറ്റും ഡെറിവേറ്റീവ്സിൻ്റെ നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ച കുറച്ച് റിസൾട്ടുകളുണ്ടല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നോക്കണം. sin x/x, അതുപോലെ 1 - cos x, x⁻n - a⁻n/x - a, അതൊക്കെ. അതുപോലെ പ്രോഡക്റ്റ് റൂള്, ക്വോഷ്യൻ്റ് റൂള്, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നോക്കി വെക്കണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോണേ ആവശ്യമുള്ളവർ. പിന്നെ ഞാൻ മാത്സിൻ്റെ ക്ലാസ് കാണുന്നത് എജ്യൂപോർട്ടിൻ്റെയാണ് കൂടുതലും കാണുന്നത്. അതിനകത്താകുമ്പം എനിക്ക് കോൺസെപ്റ്റ് നല്ല ക്ലിയർ ആവും. എജ്യൂപോർട്ട് കാണും. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെത് എക്സാമിനറും അതുപോലെ സൈലൊക്കെ കാണാറുണ്ടെങ്കിൽ എജ്യൂപോർട്ടാണ് മാത്സ് കൂടുതൽ കാണുന്നത്. പിന്നെ അതാ ഡെറിവേറ്റീവ്സിൻ്റെ ഇത്രയാണ് പഠിക്കാനുള്ളത്. ഡെറിവേറ്റീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ sin x-ൻ്റെയും cos x-ൻ്റെയും tan x-ൻ്റെയും sec x, cosec x, cot x, ഇത് ഇത്രേൻ്റെ ശരിക്കും പഠിക്കണം. അതുപോലെ തന്നെ log x, ഈ വട്ടത്തെയാണ് log x, അതുപോലെ e⁻x, ഇത് രണ്ടും പഠിക്കണം. ബാക്കിയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇത് ഇത്രയും കൂടെ പഠിച്ചു വെച്ചേക്കണം. കാരണം ഈ log x-ൻ്റെ ഒക്കെ ചെയ്യാനുണ്ട്. log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. പിന്നെ cosec x, sec x ഒക്കെ നമ്മൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കണക്കുകളാണ് കൂടുതൽ. മുമ്പേ പറഞ്ഞ ട്രിഗണോമെട്രിക് റിസൾട്ട്സ് മാത്രമല്ല, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കകത്ത് ഈ വട്ടം നമുക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ള കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ് ഇത്ര എണ്ണത്തിൻ്റെ റേഞ്ചും ഡൊമൈനും അറിയണം. കാരണം നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കുന്നതായിരിക്കണം അതിൻ്റെ ആൻസർ. അല്ലെങ്കിൽ നമ്മളതിനെ മോഡിഫൈ ചെയ്ത് എഴുതണം. പിന്നെ
ഈ താഴെ കൊടുത്തേക്കുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, അതുപോലെയുള്ള ആ 6 പഠിക്കണം. പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഇഫ് ദ ഫംഗ്ഷൻ ഇൻവോൾവ്സ് റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അത് എ സൈൻ തീറ്റ ആയിരിക്കണം അവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഇക്വേഷനകത്തിൽ അതിലുള്ള വാല്യൂസ് ഇതാ ഈ ഫോമിലാണ്, റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എ സൈൻ തീറ്റ അല്ലെങ്കിൽ എ കോസ് തീറ്റ, അങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. അത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കകത്തും അതുപോലെ തന്നെ ഡിഫറൻഷ്യബിലിറ്റിയിലും കണ്ടിന്യൂറ്റിയിലും ഉള്ളതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അതുപോലെ ഇത് ഞാൻ ഒന്നുകൂടെ എഴുതിയെന്നേ ഉള്ളൂ, സൈൻ 2 തീറ്റ കോസ് 2 തീറ്റ, അതൊക്കെ കോസ് സ്ക്വയർ തീറ്റ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1, അതൊക്കെ ആ ട്രിഗണോമെട്രിക് റിസൾട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കകത്ത് ഈ വർഷം പുതിയതായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഇത് കണ്ടോ, പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനാണ് കൂടുതലും ചോദിക്കുന്നത്. ഇതിനകത്തിൽ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ റേഞ്ചിൻ്റെ കാര്യം വരുന്നത്. സൈനിൻ്റെ റേഞ്ച് -π/2 π/2. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് π/4 ആണ്. അപ്പോൾ ഈ π/4 -π/2ൻ്റെയും π/2ൻ്റെ ഇടയിലാണെന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ നമ്മളത് പിന്നെ മോഡിഫൈ ചെയ്തിട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ എഴുതിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇനിയും ഗൈഡിൽ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ ഏതോ ക്ലാസ് എനിക്കൊന്ന് എജുപോട്ട് തന്നെ ആയിരിക്കും കണ്ടിട്ട് എഴുതി വെച്ചതാണ്. പിന്നെ എക്സാമിനറിനകത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കകത്തുനിന്ന് ഇതുപോലത്തെ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ടോട്ടലായിട്ട് ആ ഒരു ഗൈഡിനകത്തിൽ 20 എത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കകത്തുനിന്നുള്ളത്. ഇതിപ്പോൾ കണ്ടിന്യൂറ്റി. ഇനി കണ്ടിന്യൂറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് കണ്ടിന്യൂസ് ഫംഗ്ഷനും ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷനും, അതായത് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൈ എടുക്കാതെ ഫുള്ള് വരയ്ക്കാൻ പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, കാരണം നമ്മൾ യു ഷേപ്പ് ഇങ്ങനെ കൈ എടുക്കാതെ വരയ്ക്കുക. അതേസമയം ഇതുണ്ടോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, അത് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. ഇവിടെ ഇത്രയും വരച്ച് ചേർത്തിട്ട് പിന്നെ നമുക്ക് കൈ എടുത്തിട്ടേ ഇവിടെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസും എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ലിമിറ്റിൻ്റെ ആണ്. അപ്പം LHL ഉണ്ടെന്ന് ആദ്യം തെളിയിക്കണം, പിന്നെ RHL ഉണ്ടെന്ന് തെളിയിക്കണം. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് കാണിക്കണം. പിന്നെ LHL RHL ഈക്വൽ ആയി കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എത്രയും f(x) = f(a) എന്ന് തെളിയിക്കണം. അത് നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ പോളിനോമിയൽ ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷൻ, കോസ് ഫംഗ്ഷൻ, ടാൻജൻറ്റിൻ്റെ ഫംഗ്ഷൻ, ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. അതുപോലെ കോമ്പോസിഷൻ ഇതിൻ്റെയൊക്കെ കാണും. കോമ്പോസിഷൻസ് കണ്ടിന്യൂസ് ആണ്. ഇപ്പം എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ f(g) അല്ലെങ്കിൽ g(f) ഇത് രണ്ടും കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ f+g, f-g, fg, f/g ഇതൊക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. കണ്ടിന്യൂറ്റി അത്ര പാടില്ല, പക്ഷേ ഡെറിവേറ്റീവ് വരുമ്പോഴാണ് ഡിഫറൻഷ്യബിലിറ്റി വരുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. കണ്ടിന്യൂറ്റി അത്ര പ്രശ്നമല്ല, കാരണം നമ്മൾ നേരത്തെ അത് അത്രയും പഠിച്ചായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ട് വരത്തില്ല. ഇത് കണ്ടോ, ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനകത്തുനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളെന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 22 ക്വസ്റ്റ്യൻസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത് ടോട്ടൽ. ഓരോ വർഷവും വന്നതനുസരിച്ചാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തോ കേട്ടോ. ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട്. ഇത്രയാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സിനകത്തുനിന്ന്. ഇനി കണ്ടിന്യൂറ്റി നോക്കുവാണെങ്കിൽ കണ്ടിന്യൂറ്റിക്കകത്തുനിന്ന് ഓൾമോസ്റ്റ് ഒരു 77 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട് ടോട്ടൽ. ഇതാണ് ഞാൻ എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന പാടാണ് ഇതൊക്കെ. ഇനി അതൊക്കെ വൃത്തിയാക്കണം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഇതിനകത്തുനിന്ന് 2007 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറൻഷ്യബിലിറ്റിക്കകത്തുനിന്നാണ് കൂടുതൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ക്രോമിൽ കയറി സെർച്ച് ചെയ്താലും മതി.
HSS ലൈവ് ഗുരു പോലത്തെ സൈറ്റുകളുണ്ടല്ലോ, അപ്പോൾ അതിനകത്തൊക്കെ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ കിട്ടും. ഈസി അല്ലെ മീഡിയം അല്ലെ ഹാർഡ് ലെവൽ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ കിട്ടും. പിന്നെ അതുപോലെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. അതും അത്യാവശ്യം നല്ലൊരു ഹാർഡ് ലെവൽ അല്ലെ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. നിങ്ങളുടെ ഓണം എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ എവിടം വരെ ആയി എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ ഫുൾ ഡേ അവധി ആയതുകൊണ്ട്, ഇതിപ്പോൾ ഞാൻ ട്യൂസ്ഡേ തന്നെ എടുക്കുന്ന വീഡിയോ, അപ്പോൾ ഫുൾ ഡേ അവധി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അറിയാത്തൊരു ചാപ്റ്ററോടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ബയോടെക്നോളജി ഒന്നുകൂടെ നോക്കണം, കാരണം അടുത്ത ദിവസം എക്സാം ഉണ്ട്. ഫിസിക്സിൻ്റെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഒന്നുകൂടെ നോക്കണം. അടുത്ത ദിവസം ചെല്ലുമ്പോൾ ടെസ്റ്റ് പേപ്പറുണ്ട്. ഞാൻ പനി ആയതുകൊണ്ട് ഞാൻ 2 ദിവസമായിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഇനി അടുത്ത ദിവസം ചെല്ലുമ്പോൾ ഇതിൻ്റെ എല്ലാം ടെസ്റ്റ് പേപ്പറുണ്ട്, അതിന് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ, ഞാനിപ്പോൾ വീഡിയോ ആയിട്ടല്ലേ ഇടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ മാക്സിമം ഇത് പെൻഡിങ് ആയിട്ടുള്ള പോർഷൻസൊക്കെ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഈ 2 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് കണ്ടായിരുന്നു. പിന്നെ ഞാൻ കമൻ്റ് എല്ലാം കാണുന്നുണ്ട്, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഈ താമസിച്ച് റിപ്ലൈ തരുന്നത്. എല്ലാം കാണുന്നുണ്ട്. ഞാനിപ്പം 5 മണി 5:30 ആയിട്ടല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അപ്പം സമയം രാത്രിയാവും. പിന്നെ ഞാൻ ഈ കമൻറ്റൊക്കെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ കമൻറ്റൊക്കെ ജസ്റ്റ് രാത്രി ഒന്ന് നോക്കുമല്ലോ, അത് അതിന് റിപ്ലൈ കൊടുക്കാനുള്ള ടൈമില്ല, നമ്മൾ പഠിക്കുന്നതിനിടയ്ക്കല്ലേ. അതുകൊണ്ടാണ് അന്ന് തന്നെ റിപ്ലൈ തരാത്തത്. മിക്കവാറും ഞാൻ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുപോലെ ഇൻസ്റ്റയിൽ വരുന്ന മെസ്സേജസൊക്കെ ഞാൻ കാണുമ്പോൾ അതിന് റിപ്ലൈ തരാറുണ്ട്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ഞാൻ അങ്ങനെ ഇൻസ്റ്റ നോക്കാറുള്ളൂ. പിന്നെ ആക്റ്റീവ് അല്ല അതിനകത്ത് ഒരുപാട്. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ കാണുമ്പോൾ എന്തായാലും റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്ന് ടോട്ടലായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഗൈഡിനകത്തുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സൈറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ സ്കൂളിൽ തന്നെ ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ ടീച്ചർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ടെക്സ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്, ടെക്സ്റ്റ് കൂടെ നോക്കുക. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയൊക്കെ പോകുന്നു, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, നിങ്ങളുടെ പഠിത്തം ഒക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.